ഇടുക്കിയിൽ ചൊവ്വാഴ്ച LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെ ചൊല്ലി പോര് രൂക്ഷം. ഹർത്താൽ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും ഗവർണർക്കെതിരെ സമരം നടത്തുമെന്നും LDF നേതൃത്വവും വ്യക്തമാക്കി. പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹർത്താലിനോട് സഹകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചു. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെയുള്ള LDFന്റെ രാജ്ഭവൻ മാർച്ച് ചൊവ്വാഴ്ചയാണ്. അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഹർത്താൽ പരിഹാസ്യമാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന വ്യാപാരി വ്യവസായികൾക്ക് സംരക്ഷണമൊരുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ജില്ലാ ഇടതുപക്ഷ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ഒരേ സമയം മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിലുപരി വ്യാപാരി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാതലായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് അവരുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവർണർക്കെതിരെ ശക്തമായ സമരം തൊടുപുഴയിലും രാജ്ഭവനിലും ഉണ്ടാകുമെന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് വായപോയ കോടാലിയാണെന്നും CV വർഗീസ് പരിഹസിച്ചു. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി, അദ്ദേഹം ഇവിടെ സംരക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാടെടുക്കുന്നത്. ഡീൻ കുര്യാക്കോസിന് എന്ത് ചെയ്യാൻ കഴിയുന്നു ഇടുക്കി ജില്ല ജനങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മേഖലകളിലുള്ളത് അണയാൻ പോകുന്നൊരു തീ ആളിക്കത്തും എന്ന് പറഞ്ഞതിനപ്പുറമുള്ളൂ. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസിൻ്റെ സംരക്ഷണമൊന്നും അവർക്ക് ആവശ്യമില്ല. കാരണം അവരെ സംരക്ഷണം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അവരുടെ പരിപാടി നടത്തുന്നതിന് തടസ്സമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അത് അവർ നടക്കട്ടെ. പക്ഷെ അവർ മാറ്റിവെക്കേണ്ടതായിരുന്നു എന്നുള്ളതും അവരോടുള്ള പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതിനർത്ഥം അവരുടെ പരിപാടിക്ക് ആരും തടസ്സം ഉണ്ടാവില്ല. അവരുടെ പരിപാടി അവർ നടത്തും. ഗോളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാന്നാണ് ഉദ്ദേശം. അത്രേ ഇപ്പോൾ ആരുമില്ലല്ലോ, ഞങ്ങളാരും ഇല്ല. അപ്പം പിന്നെ പുള്ളി ശരി ഞാൻ സംരക്ഷണമാണ് തുടങ്ങി. അത്രേ ഉള്ളൂ. എന്നാൽ ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് LDF കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനും ഗവർണറെ തടയാൻ പോകത്തില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഈ ജില്ലയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ജില്ലയിലെ ലക്ഷക്കണക്കിനുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഈ ബില്ലിലുള്ളത്. അപ്പോൾ ആ ബില്ലിന് അംഗീകാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നും ആയിരക്കണക്കിന് കൃഷിക്കാർ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹം ഈ ജില്ലയിലെത്തുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയുള്ളൂ. ഹർത്താൽ ദിനത്തിൽ കടകൾ അടച്ചിട്ട് സഹകരിക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി. എന്നാൽ ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിക്ക് മാറ്റമില്ലെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഹർത്താലിൽ നിന്നും അവർ പിന്മാറണം എന്നാണ്. ഞങ്ങളോട് എന്തിനാണ് അവർക്ക് വിദ്വേഷം? ഗവർണറോട് വിദ്വേഷമുണ്ടെങ്കിൽ അത് ഗവർണറെ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ അറിയിക്കാനല്ലേ അവർ ശ്രമിക്കേണ്ടത്. ഞങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുമായോ വലതുപക്ഷ മുന്നണിയുമായോ ഒരു മുന്നണിയുമായോ യാതൊരു പ്രശ്നമില്ലല്ലോ, ഇന്നലെ വരെയില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബഹുമാനത്തോടെ ആദരവോടെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഈ ഹർത്താൽ ഒന്ന് മാറ്റിവെച്ച് സഹകരിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി പതിവ് വിഷയത്തിൽ ഗവർണർ വലിയ തെറ്റു ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഗവർണറുടെ അടുത്ത് 3 മാസം മുൻപ് ഭൂമി പതിവ് ചട്ടം ഭേദഗതി നിയമം കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഏത് നിയമം കൊണ്ട് ഗവർണർക്ക് കൊടുത്താലും അദ്ദേഹം അതിന് വിശദീകരണം ചോദിക്കും. അതനുസരിച്ച് ഈ നിയമത്തിലും വിശദീകരണം അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഒരു ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം അവിടെ കൊണ്ട് കൊടുത്തതല്ലാതെ യാതൊരു ഫോളോ അപ്പും നടത്തിയിട്ടില്ല എന്ന് പത്രത്തിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ ഹർത്താൽ ശബരിമല തീർത്ഥാടനം തടയുക എന്ന് ലക്ഷ്യം വെച്ചാണെന്നാണ് BJPയുടെ ആരോപണം. ഗവർണറെ തടയുവാൻ ശ്രമിച്ചാൽ സംരക്ഷണമൊരുക്കുമെന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ പറഞ്ഞു. ശബരിമല തീർത്ഥാടകരെ ശല്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ. ഈ തീർത്ഥാടനം കഴിയുന്നതിന് മുമ്പ് വെച്ചത് ഒരു കാരുണ്യ പദ്ധതിയെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നീചമായ പ്രവൃത്തി CPM നടത്തുന്നത് തികച്ചും ജനദ്രോഹപരമാണ്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇത് കണക്കിലെടുത്ത തൊടുപുഴയിലും പരിസരങ്ങളിലും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.